ഹായ് ഫ്രണ്ട്സ്, ശ്രീലകത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഈ രുചികരമായ അച്ചാർ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് നാരങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തിളച്ച വെള്ളത്തിലൊന്ന് വാട്ടിയെടുക്കാം. നാരങ്ങ ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരിയെടുക്കാം. അപ്പോൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നാരങ്ങയെല്ലാം ഞാനിവിടെ കോരി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3 പച്ചമുളക് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഒരു ഉണങ്ങിയ കുപ്പി എടുത്ത് അതിലിട്ട് സൂക്ഷിച്ച് വയ്ക്കാം. ഞാനിവിടെ കുപ്പിയിൽ നാരങ്ങയും പച്ചമുളകും ഉപ്പുമാണ് ഇട്ട് വച്ചിരിക്കുന്നത്. ഇത് അടച്ച് നമുക്ക് കുറച്ച് ദിവസം സൂക്ഷിച്ച് വയ്ക്കാം. അതായത് എത്ര ദിവസം നമ്മൾ വച്ചിരിക്കുന്നുവോ അത്രയും അച്ചാറിന് ടേസ്റ്റ് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. ഞാനിവിടെ ഇത് ഉപ്പിലിട്ട് വച്ചിട്ട് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. നാരങ്ങ ഉപ്പെല്ലാം പിടിച്ച് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കടുകിട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഒരു സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളുത്തുള്ളി അല്ലി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ 8 നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിനനുസരിച്ചുള്ള മറ്റ് ചേരുവകളാണ് ചേർത്തിരിക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 4 സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് 1 സ്പൂൺ മല്ലിപ്പൊടി, ഒരു കഷ്ണം കായം, ഇവയെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്തെല്ലാം തീ വളരെ കുറച്ച് വേണം ഇടാൻ. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. ഇനി ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. അതിനുശേഷം നമുക്ക് കുപ്പിയിലുണ്ടായിരുന്ന ബാക്കി ഉപ്പുവെള്ളം കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി വെള്ളം ഒഴിക്കണമെന്നുള്ളവർ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് 1 സ്പൂൺ പഞ്ചസാരയാണ്. അതും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഉപ്പ് നോക്കിയതിന് ശേഷം ഉപ്പില്ല എങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണിത്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇത് മാത്രം മതി. വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ രുചികരമായ അച്ചാർ ഇവിടെ റെഡിയായിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ മറക്കരുതേ. അപ്പോൾ ഞാനിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും താങ്ക്സ്. അടുത്ത പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം